ലൂക്കോസ് 1:15 അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും. ഇത് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുന്നതാണ്. അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും, വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. നോക്കൂ, ഇങ്ങനെ ലൂക്കോസ് സുവിശേഷം 1:15-16 പറയണമെങ്കിൽ ഇണവചനം ഉണ്ടായിരിക്കണം. ലൂക്കോസിൽ മാത്രമല്ല, മലാഖി 4:5-6 വായിച്ചു നോക്കുക. മലാഖി 4 പഴയ നിയമത്തിന്റെ അവസാനം പറയുന്നു, മലാഖി 4:5-6 യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഏലിയാവിനെ അയക്കും. യോഹന്നാൻ സ്നാപകൻ അയക്കുമെന്നല്ല, ഏലിയാവിനെ അയക്കും. ഇതാ ദൈവത്തിന്റെ രീതി. നോക്കൂ, മെനഞ്ഞിരിക്കുന്ന ദൈവത്തോട്, മെനയപ്പെട്ടിരിക്കുന്ന നീ ദൈവത്തോട് പ്രത്യുത്തരം പറയുന്നുവോ? ദൈവത്തോട് പ്രത്യുത്തരം പറയാൻ നീ ആർ? ഹല്ലേലൂയ. ദൈവത്തിന് അങ്ങനെ പറയാം, ഇങ്ങനെ പറയാം, എങ്ങനെ പറഞ്ഞാലും ശരി തന്നെയാണ്. ഒരുവൻ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാൻ ഹൃദയം വിട്ടുകൊടുത്താൽ ദൈവം ആ എളിയ മനുഷ്യനെ പണ്ഡിതന്മാരുടെ, ജ്ഞാനികളുടെ ഇടയിൽ ദൈവം അനുഗ്രഹിച്ചുയർത്തി അവരുടെ ഇടയിൽ സുവിശേഷം പറയാൻ ഏൽപ്പിക്കും. അവർ കേൾക്കില്ല, എല്ലാവരും തള്ളിക്കളയും. എല്ലാ കാലവും അങ്ങനെ തന്നെയാണ്. സ്തോത്രം. അപ്പോൾ യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. യഹോവ ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ, ആര്? ഏലിയാവ്, അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും. അപ്പന്മാരാരാണ്? പഴയ നിയമത്തിലെ പ്രവാചകന്മാരായ അപ്പന്മാരുടെ വിശ്വാസത്തിൽ നിന്ന് യേശുക്രിസ്തു വരുന്ന സമയത്തുള്ള ഇസ്രായേൽ മക്കൾ തെറ്റിപ്പോയിരുന്നവരെ യഥാസ്ഥാനത്ത്, യഹോവയുടെ വചനത്തിൽ നിന്ന് തെറ്റിപ്പോയവരെ യഹോവ രക്ഷകൻ മശിഹ വരുന്നതിന് മുൻപായി യഥാസ്ഥാനത്താക്കുക. ഇതാണ് കർത്താവ് താൻ ഗംഭീരനാദം യോഹന്നാൻ സ്നാപകൻ ചെയ്തത്. ഈ ശബ്ദം തിരിച്ചറിഞ്ഞവർ മാത്രമാണ് ദൈവത്തിന്റെ ജനം. ബാക്കിയെല്ലാം തെറ്റിപ്പോയ ജനമാണ്. ഇപ്പോഴും നോക്കുക, ഇതിനെക്കുറിച്ചാണ് ഇപ്പം നമ്മൾ വായിച്ച അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്ക് നിരപ്പിക്കുമെന്ന് മലാഖി 4:6 പറഞ്ഞിരുന്നതിനെ അറ്റസ്റ്റ് ചെയ്യുന്ന വചനമാണ് ലൂക്കോസ് 1:15-16 അവിടെ. അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ വലിയവനാകും, വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല, അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. പിള്ള ഉള്ളത്തിൽ തുള്ളിയത്. നോക്കൂ 17 അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്ക്. നോക്കൂ, യോഹന്നാൻ സ്നാപകൻ വന്ന് ചെയ്തത്, ആ കാലത്ത് അവരുടെ വിശ്വാസം പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് വന്നു. നിങ്ങളുടെ മാനസാന്തരം ശരിയാണെന്ന് ദൈവം അംഗീകരിക്കുന്നതിന് വേണ്ടി ഒരു സ്നാനവും ഏർപ്പെടുത്തി. അതുപോലെ ഇന്നും നിങ്ങൾ തെറ്റിയിരിക്കുന്നെങ്കിൽ ഏകദൈവ വിശ്വാസത്തിലേക്ക് മടങ്ങി വരണം. ഇത് മാത്രമല്ല, അനേകം പഠിപ്പീരുകൾ തെറ്റാണ്. ദൈവത്തിന്റെ വചന വ്യാഖ്യാനം എല്ലാം തെറ്റാണ്. ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ട് എല്ലാവരും. തുടർന്നുള്ള എപ്പിസോഡുകൾ സംസാരിക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം കേട്ട് മനസ്സിലായി, തെറ്റാണെന്ന് മനസ്സിലായാൽ ഉടൻ മാനസാന്തരപ്പെടണം, പശ്ചാത്തപിക്കണം, കർത്താവിലേക്ക് മടങ്ങി വരണം. നോക്കൂ, ഏതൊരു വ്യക്തിയും ദൈവവചനത്തിൽ നിന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു വരുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ആ പാപശരീരത്തിൽ മരിച്ചുകൊണ്ട് ഒരു സ്നാനം ആവശ്യമാണ്. പാപശരീരത്തെ കുഴിച്ചിട്ടുകൊണ്ട്. അത് യോഹന്നാൻ സ്നാപകൻ ചെയ്തു. ഇന്നും അങ്ങനെ തന്നെ പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് വരുന്നവൻ ഇന്ന് പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ആര് നമ്മുടെ പാപങ്ങൾ വഹിച്ചുവോ, പാപത്തിന് ശിക്ഷയേറ്റുവോ, പാപത്തിന് രക്തം ചീന്തിയോ, പാപത്തിന് ശമ്പളമായ മരണം ഭരിച്ചുവോ, ആര് നമുക്ക് വേണ്ടി അടക്കപ്പെട്ടുവോ, ആർ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റുവോ, ആ ഒരുവന്റെ നാമത്തിൽ തന്നെ ഇന്ന് ചെയ്യണം. അന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു, ഇന്ന് അങ്ങനെ പറയുന്നു. നാം അത് കേൾക്കുക തന്നെ വേണം. അപ്പോൾ ഇങ്ങനെ അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്ക് നിരപ്പിച്ചുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ കടന്നു വന്നു.